പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പിടിച്ച് ഭോപ്പാലിൽ നിന്ന് MP ആക്കിയ ആളാണ്. ഏത് സ്ഫോടന കേസിൽ പ്രതിയായ ആൾ. നിരഞ്ജൻ സിംഗ് സ്വാതിയെ വിദ്വേഷ പ്രചാരണം കൊണ്ട് ശ്രദ്ധയായിട്ടുള്ള ഒരാളെ MP ആക്കിയ ആളാണ്. അതാണ് BJPയുടെ രാഷ്ട്രീയ ധാർമ്മികത. അവരാരെയും ആക്കും. അതിൻ്റെ തുടർച്ചയിൽ അവരാരെയും ആക്കിയിരിക്കുന്നു. സദാനന്ദനെയും പിടിച്ച് MP ആക്കിയിരിക്കുന്നു. അതിലിപ്പോൾ ഇതാ കേരള അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശം എന്ന മട്ടിലൊക്കെ ചില ആളുകൾ മെഴുകുന്നത് കണ്ടു. അതിലൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിനെ എടുക്കുക, ഇദ്ദേഹത്തിൻ്റെ കാല് വെട്ടി CPMകാർ. അതിന് മുമ്പുണ്ടായ സംഭവം ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്? കുട്ടികളെ അനുമതിയില്ലാതെ RSSൻ്റെ പരിപാടിയിൽ കൊണ്ടുപോയത് ചോദ്യം ചെയ്തു. രാത്രിയാണ് കുട്ടികളെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനൊടുവിൽ അയാൾ ആക്രമിക്കപ്പെട്ടു, ചോദ്യം ചെയ്ത ആൾ. പിറ്റേന്ന് അതിന് മറുപടിയായി CPMകാർ ഇയാളെ ആക്രമിച്ചു. ഇയാളുടെ കാലിന് പരിക്കേറ്റു, 2 കാലും പോയി. അതിനുശേഷം മട്ടന്നൂരിൽ നിന്നാണ് ഈ നടക്കുന്നോർക്കണം. ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിൽ ആക്രമണം നടത്തുന്നു. എവിടെ? കൂത്തുപറമ്പിൽ സുധീഷിനെ കൊല്ലുന്നു. സുധീഷ് വേറെ വീട്ടിൽ കിടന്നുറങ്ങാണ്. അയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോട്ടെ, കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ പലതും ബന്ധമില്ലാത്ത ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ മാധ്യമങ്ങളിൽ ചിലത് പറയുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശവാഹകൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് എൻ്റെ കാലുകൾ പോകാതിരുന്നുവെങ്കിൽ സുധീഷിന് ജീവനും പോകില്ലായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? അങ്ങനെ കണ്ണിന് കല്ല്, കണ്ണ് പല്ലിന് പല്ല് എന്ന മട്ടിൽ ആക്രമണോത്സുകനായി നിൽക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ആ ഹിംസ ചിന്തയാണ് എന്ന് വെളിവാക്കുന്നതാണല്ലോ ആ മറുപടി, അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് നമ്മൾ കേരളം കണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടൊരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ ഒരു സാധുവായ അധ്യാപകൻ, അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടണം എന്ന മട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. മോദി ഭരിക്കുമ്പോൾ മോദി പലതരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരെയും പശ്ചാത്തലമുള്ള ആൾക്കാരെയും ഒക്കെ വലിയ ആൾക്കാരാക്കി ഉയർത്തിയിട്ടുണ്ട്. ഒഡീഷയിൽ കാന്തമാലിൽ ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിനെയും 2 പിഞ്ചു മക്കളെയും തീയിലിട്ട് കൊന്നു കളഞ്ഞ കേസിലെ പ്രധാന സൂത്രധാരനെന്ന് ആക്ഷേപിക്കപ്പെട്ട ആൾ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്തരം കലാപങ്ങൾ, സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ചോരച്ചാലുകൾ, ഇതിൻ്റെ പേരിൽ റിവാർഡ് ചെയ്യപ്പെട്ടവർ ഏറ്റവും തലപ്പത്ത് മുതൽ താഴേക്ക് വരെയുണ്ട്. സോ അതുകൊണ്ട് സദാനന്ദന് ഒരു ചെറിയ മീനായിട്ട് കണ്ടാൽ മതി ഇത്തരം സന്ദർഭങ്ങളിൽ. ഇതാണ് ഇവർക്ക് റിവാർഡ് ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഇവരുടെ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സംഗതികളാണ്. CPMമാരും അവിടെ അക്രമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ നോക്കൂ, നിങ്ങൾ ആലോചിക്കണം, ഒരു മട്ടന്നൂരിൽ നടക്കുന്ന ഒരു പ്രാദേശിക സംഭവത്തിൻ്റെ പേരിൽ സുധീഷിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ചെറിയ ആലോചന പോരാ അതിനകത്ത്. സുധീഷ് എന്ന് പറയുന്ന SFIയുടെ ഒരു നേതാവ് കൂത്തുപറമ്പിൽ പോയി കൊല്ലാം, സംഘർഷം വ്യാപിപ്പിക്കാം, എല്ലായിടത്തും അക്രമത്തിൻ്റെ ഒരു നിലയെടുക്കാമെന്ന് തീരുമാനിക്കുന്നതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആദരിക്കപ്പെടുന്നു എന്നാണ് ഇതിൽ കാണേണ്ട കാര്യം. അതിലെനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഇത് വെച്ച് ഇനിയിപ്പോൾ ഈ മാറിയ കാലത്ത്, ഇപ്പം പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ അങ്ങനെ സംഘർഷങ്ങളൊരു കാലമല്ല. RSSും CPMും തമ്മിൽ ഇപ്പോൾ സംഘർഷമില്ല. അവർ തന്നെയും പരസ്പരം ആലോചിച്ച് ഇനി സംഘർഷം വേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സദാനന്ദനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ ശ്രമിച്ചാൽ, അക്രമ രാഷ്ട്രീയം ഇന്നിപ്പോൾ കേരളത്തിലൊരു ഹോട്ട് ടോപ്പിക്കേ അല്ല, ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അല്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട ഫിക്സ് ചെയ്യപ്പെടുന്നുമില്ല. ഇനി ഞങ്ങൾക്ക് കുറേ ബലിദാനികൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തെ അപരവൽക്കരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നേട്ടം ഉണ്ടാക്കുക എന്നൊരു പദ്ധതിയാണല്ലോ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് ലവ് ജിഹാദാണ്, കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങളാണ്. കേരളത്തിലേക്ക് നോക്കുമെന്ന് കർണാടക തെരഞ്ഞെടുപ്പിൽ വന്ന അമിത്ഷാ പ്രസംഗിച്ച നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ജിഹാദി സ്റ്റേറ്റാണ്, ഒരു തീവ്രവാദ നഴ്സറി സ്റ്റേറ്റാണ്. അവിടെ നമ്മുടെ ആളുകൾ ബലിദാനികളാക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസവും ഈ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ബലിദാനികളെക്കുറിച്ചാണ് സംസാരിച്ചത് മുഴുവൻ. അമിത്ഷാ. ഇവിടെ PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നതിന് ആരാ ഉത്തരവാദി? നമ്മളാണോ? പിണറായി വിജയനാണോ? PFI അവർ നിരോധിച്ചതാണ്. നിരോധിച്ച സംഘടന ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞത് അവരാണ്. അപ്പോൾ കേരളത്തെ ഇങ്ങനെ ഇല്ലാത്ത സംഗതികൾ പറഞ്ഞ് നിരന്തരമായിട്ട് അണീഷ് ചെയ്യുക എന്ന് പറഞ്ഞ് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോർത്തിൽ ഗുണം ഉണ്ടാക്കാനായിരിക്കും. ഇവിടെ എന്തായാലും അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ദാ നോക്കൂ, CPMകാർ, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ കാലുവെട്ടിക്കളഞ്ഞ ഒരാളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അവിടെ പോയിട്ട് പറയട്ടെ. ഈ പറയുന്ന സദാനന്ദൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ മൈക്ക് കിട്ടുമ്പോൾ പറയട്ടെ അക്രമ രാഷ്ട്രീയത്തിന് താൻ എങ്ങനെ ഇരയാക്കപ്പെട്ടു എന്ന്. മറുപടി പറയാൻ അവിടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആരാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, സദാനന്ദൻ അങ്ങനെ ഒരു നിഷ്കളങ്കനായിരുന്നില്ല എന്ന കാര്യം ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു വിശുദ്ധ മാലാഖയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും കൂടി ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എത്രേ ഉള്ളൂ, മോദി ഭരിക്കുന്നു. മോദി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ എടുക്കുകയും ഏതെങ്കിലുമൊക്കെ പദവി ഏൽപ്പിക്കുകയും വിശുദ്ധരാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതിൽ പുതിയ കാര്യമൊന്നുമില്ല. പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ വിശുദ്ധനാക്കി ഉയർത്തിയ താമ്രപത്രത്തിന് താഴെ പോയി ഒപ്പിട്ട് കൊടുക്കുമെന്ന് മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി.